അസ്സലാമലൈക്കും. ഇന്ന് ഞാനൊരു അടിപൊളി വറുത്തരച്ചിട്ടുള്ള നാടൻ മട്ടൻ കറിയുടെ റെസിപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. കുറച്ച് ദിവസമായി എന്നോട് ഒരാൾ ചോദിച്ചിട്ട് ഈ റെസിപ്പിക്ക്. അപ്പോൾ ഇടാൻ ഞാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ അയാൾക്ക് വേണ്ടി ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പം നല്ല കിഡിലൻ ടേസ്റ്റുള്ള നല്ല നമ്മുടെ നാടൻ മട്ടൻ കറിയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഒരു 10-15 മിനിറ്റൊക്കെ മതിയാവും ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ദിയാൻസ് കണ്ണൂർ കിച്ചൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലിൻ്റെ പടം വരും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഞാനിത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. എൻ്റെ ഉപ്പ പറഞ്ഞ റെസിപ്പിയാണിത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മട്ടൻ നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ മട്ടൻ്റെ അളവാണ് പറയുന്നത്. അതിനകത്തോട്ട് 2 തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളിയാണ്. അതുപോലെ തന്നെ 3 സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഒരു കഷ്ണം പട്ടയും കൂടി ഇട്ടിട്ട് നല്ലപോലെ കൈ വെച്ച് ഒന്ന് തിരുമ്മിയെടുക്കണം. നമ്മുടെ ഈ ഇറച്ചിയിൽ ഈ ഉള്ളിയും തക്കാളിയും മസാലയൊക്കെ നല്ലപോലെ പിടിക്കുന്ന പോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈ വെച്ച് തന്നെ ചെയ്താൽ മതി, എന്നാലേ കറക്റ്റായിട്ട് മിക്സായിട്ട് കിട്ടുള്ളൂ. ഇത് ഞാൻ കുറച്ച് ചാറുള്ള രീതിക്കാണ് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചാറില്ലാതെ കുറുക്കിയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 1/2 ഗ്ലാസിൻ്റെ 1/4 ഗ്ലാസിൻ്റെ ഇടയിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം എന്തായാലും ഇതിൽ നിന്ന് ഇറങ്ങി വരും. അതുകൊണ്ടാണ് അത്രയും വെള്ളം മതി എന്ന് പറയുന്നത്. അതിനുശേഷം ഇത് അടച്ചിട്ട് നമുക്കൊരു 3 വിസിലൊക്കെ മതിയാകും. നല്ല മട്ടനൊക്കെ ആണെങ്കിൽ 3 വിസിലിൽ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇനിയിപ്പോൾ 3 വിസിലായിട്ട് വെന്തിട്ടില്ല, കുറച്ചൊന്നുകൂടെ വെച്ചാൽ മതി. അതിനുശേഷം പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്കിതൊന്ന് തുറക്കാം. ഇപ്പോൾ അത്യാവശ്യം വെള്ളമുണ്ട്, അതുപോലെ തന്നെ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കുറുക്കിയിട്ടാണ് വേണ്ടതെങ്കിൽ നിങ്ങളൊരു 1/2 ഗ്ലാസ്സിന് താഴെ വെള്ളം ഒഴിച്ചാൽ മതി. ഇനി നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ചെയ്യുക, എന്നാൽ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ പച്ചമല്ലി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മല്ലി ഒന്ന് നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം. തീ കൂട്ടി വെച്ചിട്ട് ചെയ്യരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. കരിഞ്ഞ് ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്യുക. ഒന്ന് പകുതി ഫ്രൈ ആകുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഒരു 4-5 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. ഒരു 6-7 വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. പച്ചമല്ലി നല്ലപോലെ ഫ്രൈ ആവണ വരെ ചെയ്ത് കൊടുത്താൽ മതി. അതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്ത് മുളക് ചേർക്കുന്നത്. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്, റെഡ് ചില്ലി. അതുകൊണ്ട് തന്നെ നമുക്കൊരു 10 എണ്ണം വരെ ചേർത്ത് കൊടുക്കുക. ഒത്തിരി എരിവൊന്നും ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താം. കാരണം കുറച്ചുകൂടി സ്പൈസി ആകുമ്പോഴാണ് ഇത് ടേസ്റ്റ് ഉണ്ടാവുക. കാരണം തേങ്ങ അരച്ചിട്ടുള്ള കറിയല്ലേ. അപ്പോൾ അതൊന്ന് 2 മിനിറ്റ് മാത്രം ഒന്ന് വറക്കാവുള്ളൂ. അതിന് ശേഷം പെട്ടെന്ന് തന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക. കാരണം മുളക് കുറേ നേരം എണ്ണയിൽ കിടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ പെട്ടെന്ന് തന്നെ ചൂടാക്കിയതിന് ശേഷം നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുക. ഇനി തേങ്ങ ഇട്ടിട്ട് നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ ഇത് വറുത്തെടുക്കണം. അപ്പോഴാണ് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് വരിക. ഇനി ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകവും 1/2 ടീസ്പൂൺ നല്ല ജീരകവും കൂടെ ചേർക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നല്ല ബ്രൗൺ കളർ ആവുന്നവരെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീ കൂട്ടി വെച്ച് ചെയ്യരുത്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ഇനി നമുക്കിത് തീ ഒന്ന് ഓഫ് ചെയ്യുക. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഒരു 1/4 ഗ്ലാസ് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി. നമ്മുടെ കറി ഞാനിപ്പോൾ വേറൊരു വലിയ പാത്രത്തിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് അഥവാ വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് നല്ലോണം തിളപ്പിച്ചിട്ട് വെള്ളം വറ്റിച്ചെടുത്തിട്ട് തേങ്ങ ചേർത്താലും മതി. ഞാനിപ്പോൾ ഇങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. കറി ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴാണ് നമ്മൾ ഇതിനകത്തോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നെയ്ച്ചോറിനും അതുപോലെ തന്നെ പൊറോട്ടയൊക്കെ കഴിക്കാനുള്ള നല്ലൊരു പാകത്തിലാണ് ഉള്ളത്. പിന്നെ ഞാനിത് പൊതിപ്പൊറോട്ടയും കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്രേവി ഉള്ള രീതിയിൽ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. നന്നായിട്ട് ഇത് തിളയ്ക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക.
എന്നിട്ട് തീ അങ്ങ് ഓഫ് ചെയ്യുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ചെയ്യണം ഇതൊക്കെ ചെയ്യുമ്പോൾ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എരിവ് നോക്കിയിട്ട് കുറവാണെങ്കിൽ മാത്രം കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണൊക്കെ മതിയാവും. അപ്പോൾ എരിവ് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല നാടൻ മട്ടൻ കറിയാണ്. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെക്കാം. എന്നിട്ട് സെർവ് ചെയ്താൽ മതി ആവശ്യമുള്ള സമയത്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. പിന്നെ ഇത് തന്നെ ഞാൻ ഗ്രേവി ആയിട്ടും അതുപോലെ തന്നെ നല്ല കുറുക്കിയിട്ടൊക്കെ എടുക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.